ഗൈസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ മുഫീദ. മക്കളെ, ഇന്ന് ഞാൻ വന്നിട്ടുള്ള നമ്മളെ ഫിസിക്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ഇക്വേഷൻസ് ഓഫ് മോഷൻ, ചലന സമവാക്യങ്ങൾ എന്ന ചാപ്റ്റർ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ഒരു ഭാഗമുണ്ട്, ഗ്രാഫിന്റെ അല്ലേ. അപ്പോൾ ആ ഗ്രാഫിന്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഗ്രാഫിക്കൽ റിപ്രസെന്റേഷൻ ഓഫ് മോഷൻ, ചലനത്തിന്റെ ഗ്രാഫിക ചിത്രീകരണം എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ഓൾറെഡി നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഡിസ്കസ് ചെയ്തതാണ്. അത് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടും അതുപോലെ തന്നെ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് എന്ത് ചെയ്യണം, ഡിസ്കസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് തുടങ്ങാം. എന്താണ് ഒരു ഗ്രാഫ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതറിയാത്തത് കൊണ്ടാണ് നമുക്ക് പലപ്പോഴും ഈ ഒരു ഭാഗം ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നതും. ഓക്കെ, അപ്പോൾ എന്താണ് ഗ്രാഫ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരു അല്ലേ രണ്ട് ആക്സിസുകൾ ഉണ്ടാവും അല്ലേ, എക്സ് ആക്സിസും ഉണ്ടാവും വൈ ആക്സിസും ഉണ്ടാവും. നമുക്കറിയാം അല്ലേ, ഇത് എക്സ് ആണ്, ഇത് വൈ ആണ്. ഇവിടെ എല്ലാ നമ്പേഴ്സും എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ഇവിടെ അതുപോലെ തന്നെ അല്ലേ, എല്ലാ നമ്പേഴ്സും പോസിറ്റീവ് ആയിരിക്കും. എന്നാൽ ഇവിടേക്കുള്ള നമ്പേഴ്സൊക്കെ നെഗറ്റീവ് ആയിരിക്കും. അതുപോലെ ഇവിടേക്കും എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ എന്താ, നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അറിയുന്ന കാര്യങ്ങൾ തന്നെയുള്ളൂ ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നതായിട്ട്. അപ്പോൾ ആദ്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ എങ്ങനെയാണ് ഗ്രാഫ് വരക്കുക അല്ലേ. ചിലപ്പോൾ നമുക്ക് വാല്യൂസ് വന്നു കഴിഞ്ഞാൽ ഒരു ഗ്രാഫൊക്കെ വരക്കാൻ പറയും. പക്ഷേ വളരെ സിമ്പിളായിട്ടുള്ള ഗ്രാഫ്സ് നിങ്ങളോട് വരക്കാൻ പറയുള്ളൂ. അപ്പോൾ അതൊന്നും ആലോചിച്ച് നിങ്ങൾ ഭയങ്കര ടെൻഷൻ ആവേണ്ട ഒരു കാര്യം അവിടെയില്ല. നോക്കിയാൽ നമുക്കിവിടെ എക്സ് വൈ കോർഡിനേറ്റ്സ് തരും. എക്സ് ആക്സിസ് വൈ ആക്സിസിൽ വാല്യൂസ് ഇങ്ങനെ കൊടുക്കുക. ആ കുത്തുകളൊക്കെ ഇങ്ങനെ കൂട്ടി കൂട്ടി യോജിപ്പിക്കുമ്പോൾ നമുക്കൊരു രൂപം കിട്ടും. അതാണ് നമ്മളുടെ ഗ്രാഫ്. സിമ്പിൾ അല്ലേ. നോക്കാം നമുക്ക് എന്തൊക്കെയാണ്. എക്സ് ആക്സിസ് ഏതാ നമുക്കറിയാം, ദിസ് ഈസ് ദി എക്സ് ആക്സിസ്. ഏതാ വൈ ആക്സിസ്, ദിസ് ഈസ് ദി വൈ ആക്സിസ്. 2, 4, 6, 8, 10, 12 എന്നുള്ള വാല്യൂസ് തന്നിട്ടുണ്ട്. ഇവിടെ കുറച്ച് വാല്യൂസ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. ആദ്യം എക്സിൽ 2ഉം വൈയിൽ 1ഉം. ഓക്കെ, എക്സിൽ 2ഉം വൈയിൽ 1 എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ വരും അല്ലേ. നെക്സ്റ്റ് എക്സിൽ 4ഉം വൈയിൽ 2ഉം. ഓക്കെ, 4, 2. ഓക്കെ, ഇവിടെ വരും അല്ലേ. നെക്സ്റ്റ് 6, 3 എവിടെ വരും അല്ലേ, 6 ഇവിടെ. ഓക്കെ, 3 ഇവിടെ. നെക്സ്റ്റോ ഏതാ, 8, 4. ഓക്കെ, അപ്പോൾ 8 ഇവിടെ വരുന്നുണ്ട് അല്ലേ. 8 ഇവിടെ വരും. 4 ഇവിടെ വരും അല്ലേ, ഇങ്ങനെ വരും. നെക്സ്റ്റോ 10, 5 അല്ലേ. 10 ഇവിടെയാണ് അല്ലേ. 10 ഇങ്ങനെ വരച്ചു കൊടുക്കുക, 5 ഇങ്ങോട്ട് വരക്കുക, നമുക്കിവിടെ കിട്ടും. അപ്പോൾ ഇതെല്ലാം കൂടെ അല്ലേ, എല്ലാം കൂടെ അങ്ങോട്ട് യോജിപ്പിച്ച് കൊടുത്താൽ നമുക്കൊരു ഗ്രാഫ് അങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ദിസ് ഈസി ഗ്രാഫ്. ഇവിടുത്തെ എത്ര സിമ്പിളാണെന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് വാല്യൂസ് തരും, അത് വരച്ചിട്ട് നമ്മൾ കുത്തുകളൊക്കെ ഇട്ട് കൊടുക്കുക അല്ലേ. കുത്തുകൾ ഇട്ട് കൊടുത്തിട്ട് അതുകൊണ്ട് യോജിപ്പിക്കുമ്പോൾ ഒരു ഗ്രാഫിൻ്റെ രൂപം കിട്ടും. സോ ദിസ് ഈസ് ദി ഗ്രാഫ് ഹിയർ. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഒരു എക്സ് വൈ അല്ലെ ഒരു ഗ്രാഫ് തന്നു കഴിഞ്ഞാൽ അതിൽ നിന്നും എങ്ങനെയാണ് അതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ചെരിവ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം. ഇതാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയ ഗ്രാഫ് അല്ലേ, ഒരു ഇൻക്ലൈൻഡ് ലൈനാണ് അല്ലേ. ഓക്കെ, ആ ലൈനിൻ്റെ സ്ലോപ്പ് അതെന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ. ഈ ഒരു ലൈന് എത്ര ചെരിഞ്ഞിട്ടാണുള്ളത് അല്ലെ, അതിൻ്റെ ചെരിവ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം. ഇത് നിങ്ങൾ മാത്സിൽ പഠിക്കുന്നതാണ്. ഓക്കെ, നോക്കാം അല്ലേ, എങ്ങനെയാണ് കണ്ടുപിടിക്കുക നോക്കാം. അപ്പം ഈ ഒരു ലൈനിൻ്റെ സ്ലോപ്പാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഇക്വേഷൻ, സിമ്പിൾ അല്ലെങ്കിൽ ജനറൽ ഇക്വേഷൻ ആദ്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സ്ലോപ്പ് ഇസ് ഈക്വൽ ടു എന്ത് സംഭവം, സ്ലോപ്പ് ഇസ് ഈക്വൽ ടു, സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എന്താ പറയുക, ചെരിവ് അല്ലേ. ചെരിവ് സമം y2 - y1 ഡിവൈഡഡ് ബൈ x2 - x1. എന്താ സംഭവം, വളരെ സിമ്പിളാണ്. എടാ എനിക്ക് എന്നോട് പറയാണ് ക്വസ്റ്റ്യനിൽ ഇത്രയും ഭാഗത്തെ സ്ലോപ്പ് കണ്ടുപിടിക്കുക അല്ലേ. ഏതാണ് നമ്മളുടെ 6 അല്ലേ, 6 വരെയുള്ള സ്ലോപ്പ് കണ്ടുപിടിക്കാനാണ് എന്നോട് പറഞ്ഞതെങ്കിൽ ഞാൻ അതുവരെയുള്ള അല്ലേ ആ ലൈൻ എവിടുന്നാണ് തുടങ്ങുന്നത്, 0, 0 നിന്നാണ് തുടങ്ങുന്നത് അല്ലേ. 0, 0 നിന്നാണ് തുടങ്ങുന്നത്. എവിടെയാണ് അത് എൻഡ് ചെയ്യുന്നത് നോക്കാം അല്ലേ. അവിടുത്തെ ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യണം, കണ്ടെത്തണം. എങ്ങനെ കണ്ടെത്താൻ, താഴേക്കൊരു വര കൊടുക്കുക. അപ്പോൾ അവിടുത്തെ എക്സ് കിട്ടി. ഇങ്ങോട്ട് വര കൊടുത്താൽ എന്ത് കിട്ടും, അവിടുത്തെ വൈയും കിട്ടും. അവിടുത്തെ കോർഡിനേറ്റ് എങ്ങനെ എഴുതാം, 6,3 അല്ലേ. 6,3 എന്ന് നമുക്ക് എന്തിട്ട് കിട്ടി. താഴെയാണെങ്കിലോ 0, 0. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, y2 ഏതാ, y1 ഏതാ, x2 ഏതാ, x1 ഏതാണെന്നാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലേ. ഇതാണ് നമ്മളുടെ x2 y2, ഇതാണ് നമ്മളുടെ x1 y1. തുടങ്ങുന്നത് 1, അവസാനിക്കുന്നത് 2. സിമ്പിൾ അല്ലേ, സിമ്പിൾ ആണല്ലോ. അപ്പോൾ സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കുക, y2 - y1 ഡിവൈഡഡ് ബൈ x2 - x1. ഇവിടെ y2 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 3 ആണ്. 3 -
എത്രയാണ് y1 എന്ന് പറഞ്ഞാൽ 0 ഡിവൈഡഡ് ബൈ x2 എന്ന് പറഞ്ഞാൽ 6 6 - y1 എന്ന് പറഞ്ഞാൽ 0. സോ 3/6 ചെയ്താൽ നമുക്ക് കിട്ടും ഹാഫ് എന്ന്. സോ സിമ്പിളായിട്ട് ഇവിടെയുള്ള സ്ലോപ്പ് നമ്മൾ കണ്ടുപിടിച്ചു, അത് അരയാണ്. ഇങ്ങനെയാണ് എന്ത് കണ്ടുപിടിക്കുക, സ്ലോപ്പ് കണ്ടുപിടിക്കുക. വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ആണ്, എനിക്കറിയാം. അപ്പോൾ നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് 2 ടൈപ്പ് ഗ്രാഫുകളാണ് വരയ്ക്കാനുള്ളത്. ഏതൊക്കെയാണ് പഠിക്കാനുള്ളത്? പൊസിഷൻ ടൈം ഗ്രാഫും അതുപോലെ തന്നെ വെലോസിറ്റി ടൈം ഗ്രാഫും. സ്ഥാന സമയ ഗ്രാഫും പ്രവേഗ സമയ ഗ്രാഫാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൊസിഷൻ ടൈം ഗ്രാഫിനെ കുറിച്ചിട്ട് മാത്രമാണ്. ഇനി വെലോസിറ്റി ടൈം ഗ്രാഫിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക എന്താണതെന്നും അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളപ്പോൾ വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, റെഡി? അപ്പോൾ എന്താണ് ഇതെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോവാണ്. ഈ പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് പൊസിഷൻ നമുക്ക് ആലോചിച്ചിട്ട് ഭയങ്കര കൺഫ്യൂഷനാണ്. ആക്ച്വലി ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സ്ഥാനാന്തരം സമയം അല്ലേ, സ്ഥാന സമയ ഗ്രാഫ് അതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. സ്ഥാനാന്തരം സമയം കൊടുക്കുന്ന ഗ്രാഫ് കേട്ടോ, ഡിസ്പ്ലേസ്മെന്റ് ഉദ്ദേശിച്ചു. ഓക്കെ, നോക്കിയോ എന്താണ് സംഭവം? ഇതിൽ ആരുണ്ടാവും? പൊസിഷനും ടൈമും ഉണ്ടാവും അല്ലേ? വൈ ആക്സിസിൽ പൊസിഷൻ ഉണ്ട്, എക്സ് ആക്സിൽ നമുക്ക് ടൈമും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് മക്കളെ. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ്, എ ബിയുടെ സ്ലോപ്പ് കണ്ടെത്തുക. എ ബിയുടെ സ്ലോപ്പ്, എ ബിയുടെ ചെരിവ് കണ്ടെത്തുക. സ്ലോപ്പ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പം സ്ലോപ്പ് ഇസ് ഈക്വൽ ടു y2 - y1 ഡിവൈഡഡ് ബൈ x2 - x1 ചെയ്താൽ മതി. പക്ഷെ എന്താണ് y1, എന്താണ് y2, എന്താണ് x1, എന്താണ് x2 എന്നൊന്നും നമുക്കറിയില്ല. നമുക്കിതിലൊന്നും കണ്ടുപിടിക്കണം. സിമ്പിളാണ് കണ്ടുപിടിക്കാൻ അല്ലേ? തുടക്കത്തിലുള്ള ആളാണ് x1 y1 ഒക്കെ. അപ്പോൾ തുടക്കത്തിൽ ആരാണ്? എ ബി ആണ് അല്ലേ? എ ബിയിൽ എ ആണ്. എൻ്റെ കോർഡിനേറ്റ്സ് ഏതൊക്കെയാണ്? 0 0 ഒക്കെ അറിയാമല്ലോ അല്ലേ? മാത്സിൽ നമ്മൾ വളരെ സിമ്പിളായിട്ട് അതൊക്കെ പഠിക്കുന്നതാണ് അല്ലേ? ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ബീൻ്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കുക. എങ്ങനെ കണ്ടുപിടിക്കുക? ഇങ്ങോട്ടൊരു വര എങ്ങനെ വരച്ചു കൊടുത്താൽ മതി അല്ലേ? അപ്പോൾ വൈൻ്റെ ആളെ കിട്ടിയില്ലേ? y2 നമുക്ക് കിട്ടിയിട്ടുണ്ട് എത്രയാണ്? 5. ഇനി x2 കണ്ടുപിടിക്കും. താഴേക്ക് ഇങ്ങനെ വരച്ചു കൊടുത്താൽ അതും കിട്ടി 5. അപ്പോൾ അവരുടെ കോർഡിനേറ്റ് 5 5 അല്ലേ? കിട്ടിക്കഴിഞ്ഞു അല്ലേ? അപ്പോൾ മക്കളെ മനസ്സിലാക്കിക്കോ, ഇത് x1 y1, ഇതോ x2 y2 അല്ലേ? അപ്പം പിന്നെ എന്ത് ചെയ്താൽ മതി? സ്ലോപ്പ് കണ്ടെത്തിയാൽ മതി. സ്ലോപ്പ് എങ്ങനെ കാണുക? തന്നിട്ടുണ്ട് അല്ലേ? y2 എത്രയാണ്? 5. y1 എത്രയാണ്? 0 ഡിവൈഡഡ് ബൈ 5 - 0. we will get 5/5 that is equal to 1. 1 കിട്ടും അല്ലേ? ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ y2 - y1 എന്ന് പറഞ്ഞാൽ ആരാണെന്ന് നോക്കിയടാ? പൊസിഷൻ അല്ലേ? പൊസിഷൻ അല്ലെങ്കിൽ നമുക്ക് പറയാം ഡിസ്പ്ലേസ്മെൻ്റ് ആണ് അല്ലേ? y2 - y1 നോക്കിയേ, ഇവിടുത്തെ ആളാണ് അല്ലേ? ഇവിടുത്തെ ആളെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം അതെന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ? ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ പൊസിഷൻ. ഓക്കെ, ഡിവൈഡഡ് ബൈ x2 - x1 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാരാ? ടൈമിലെ ആൾക്കാരാണ് അല്ലേ? 5 - 0 എന്ന് പറഞ്ഞാൽ ടൈമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം? That is known as velocity. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. എന്താണ് മനസ്സിലാക്കേണ്ടത്? പൊസിഷൻ ടൈം ഗ്രാഫ്, പൊസിഷൻ ടൈം ഗ്രാഫ് അല്ലെങ്കിൽ നമ്മൾ പറയും ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് അല്ലേ? ഗ്രാഫിൻ്റെ സ്ലോപ്പ് അല്ലെങ്കിൽ ചെരിവ് കണ്ടെത്തിയാൽ നമുക്ക് ആരെ കിട്ടും? പ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റി കണ്ടെത്താനാകും. ഇതാണ് നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്. ഇതെങ്ങനെ വന്നു എന്നുള്ളതും കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ അല്ലേ ഇതുപോലെ അങ്ങനെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരേ ഒരു പോയിന്റാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് തന്നെയാണ് ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ്. അതിൻ്റെ സ്ലോപ്പ് കണ്ടെത്തിയാൽ നിങ്ങൾക്ക് പ്രവേഗം കിട്ടും. അപ്പം അങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. നമുക്ക് ഗ്രാഫൊക്കെ തരും, എന്നിട്ട് നമ്മളോട് പറയും ഇതിൽ നിങ്ങൾ പ്രവേഗം കണ്ടെത്തുക. നമ്മൾ ഇരുന്ന് ആലോചിക്കൂലേ? കാരണം നമ്മളെ കൊണ്ടാവൂല. കാരണം കോർഡിനേറ്റ്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് കുറേ വാല്യൂസ് അല്ലേ? ഒറ്റ വാല്യൂ ആണെങ്കിൽ അതിന് കുറക്കും ഡിവൈഡ് ചെയ്യാൻ നമുക്ക് ഭയങ്കര ഈസിയാണ്. ഇതാന്ന് നോക്കിയേ, ഇവിടെ വരെയുള്ള സ്ലോപ്പ് കണ്ടെത്തുക അല്ലെങ്കിൽ പ്രവേഗം കണ്ടെത്തുക എന്നൊക്കെ പറഞ്ഞാൽ ഇക്വേഷൻ അറിയില്ലെങ്കിൽ പണി പാളും അല്ലേ? പണി പാളും. അപ്പോൾ ഇപ്പം നമുക്ക് ഈസിയാണ്, കണ്ടെത്താൻ പറ്റും. അപ്പം സ്ലോപ്പ് കണ്ടെത്തിയാൽ മതി. പ്രവേഗം കണ്ടെത്തുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾ എഴുതിക്കൊള്ളണം അതേതാണ് ഗ്രാഫ് എന്ന് നോക്കുക. പൊസിഷൻ ടൈം ഗ്രാഫ് ആണെങ്കിൽ പെട്ടെന്ന് വെലോസിറ്റി കണ്ടുപിടിക്കാൻ ആ ഗ്രാഫിൻ്റെ സ്ലോപ്പ് അങ്ങോട്ട് കണ്ടെത്തിയാൽ മതി. ഏത് വരെയാണെന്നുള്ളതൊക്കെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. അത്രയും സിമ്പിളാണ്. സോ ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൂടെ
കാര്യങ്ങളൊക്കെ പഠിക്കാം. കൂടെ എക്സാമിന് വന്നിട്ട് ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ചെയ്തിട്ട് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. പൊസിഷൻ ടൈം ഗ്രാഫ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോ, ക്വസ്റ്റ്യൻ ഇതാണ്. എ മുതൽ ബി വരെയുള്ള വെലോസിറ്റി കണ്ടെത്തുക, പ്രവേഗം കണ്ടെത്തുക. എ മുതൽ ബി വരെയുള്ള ഈ ഒരു കാറിന് ഉണ്ടായിട്ടുള്ള പ്രവേഗം എത്രയെന്ന് കണ്ടെത്തുക. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അന്തം വിട്ട് ഇരിക്കരുത്. കാരണം നിങ്ങൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. പ്രവേഗം എന്ന് കണ്ടുപിടിക്കാൻ ഇതിൻ്റെ സ്ലോപ്പ് കണ്ടെത്തിയാൽ മതി അല്ലേ. സ്ലോപ്പ് എങ്ങനെയാ കാണാം? y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 ചെയ്താൽ മതി. അപ്പോൾ y1ഉം x2ഉം അല്ലേ, അതൊക്കെ കണ്ടുപിടിക്കണം. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുക? എ മുതൽ ബി വരെയാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. എൻ്റെ കോർഡിനേറ്റിൽ തുടങ്ങുന്ന ആൾ x1, y1 ആയിരിക്കും അല്ലേ. അതെങ്ങനെ കാണുക? ഇങ്ങോട്ട് വരച്ചു കൊടുക്കുക, ഇങ്ങോട്ട് വരക്കുക. അപ്പം നമുക്ക് കിട്ടി 2, 2. ഇനി ഇവരെയും കണ്ടുപിടിക്കണം അല്ലേ. ബീൻ്റെ ആളെ ഇങ്ങോട്ട് വരക്കുക, താഴേക്ക് ഇങ്ങോട്ട് വരക്കുക. നമുക്ക് കിട്ടി 5, 5. അപ്പോൾ സിമ്പിളായിട്ട് കണ്ടുപിടിച്ചു അല്ലേ. y2 എത്രയാണ് വന്നേ? 5 മൈനസ് 2 ഡിവൈഡഡ് ബൈ 5 മൈനസ് 2 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 3/3 ചെയ്താൽ എത്രയുടെ കിട്ടുക? 1 അല്ലേ. ഒരു മാത്രം എഴുതാൻ പറ്റുമോ? പറ്റില്ല. വെലോസിറ്റിയാണ് ഇവിടെ കണ്ടുപിടിച്ചിട്ടുള്ളത്. സോ വെലോസിറ്റിൻ്റെ യൂണിറ്റും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ എഴുതി കൊടുക്കണം. സോ വി ഗോട്ട് 1 മീറ്റർ/സെക്കൻഡ്. വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിച്ചല്ലേ. അത്ര സിമ്പിളാണ്. ഇനി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എന്നാൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അറിയില്ല എന്ന് നിങ്ങൾ പറയാൻ പാടില്ല. ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങളാണ്. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഇതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടല്ലേ. എക്സും വൈ ഒക്കെ തന്നിട്ടുണ്ട്. അപ്പം എക്സിൽ 2 ആകുമ്പോൾ വൈയിൽ 1. ഓക്കെ, 2, 1. നെക്സ്റ്റ് എന്താ? 4, 2. ഓക്കെ. നെക്സ്റ്റ് 6, 3 ഇവിടെ. നെക്സ്റ്റ് 8, 4 ഇവിടെ. നെക്സ്റ്റ് 10, 5 ഇവിടെ. എന്നിട്ട് എന്ത് ചെയ്യുക? അങ്ങോട്ടൊരു വര അവിടെ വരച്ചു കൊടുക്കുക അല്ലേ. അത്ര സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഗ്രാഫിൻ്റെ ക്വസ്റ്റ്യൻസ് മാത്രം എക്സാമിന് വന്നാൽ മതി എന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ നോക്കിയോ, ഇനി ഇങ്ങനെയൊക്കെയാണ് ഗ്രാഫ് വരക്കാൻ നമ്മൾ മനസ്സിലാക്കി. ഇനി ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. നമ്മളോട് ചോദിക്കും എന്താണ് ടൈം തന്നിട്ടുണ്ട് അല്ലേ. ടൈം എത്രയാണ്? കുറേ സമയങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളോട് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. 8 സെക്കൻഡിലുള്ള പ്രവേഗം എന്ന് പറഞ്ഞാൽ വെലോസിറ്റി കണ്ടെത്തുക. നമ്മളോട് പറഞ്ഞാൽ എന്തിനാ മതി? അതുവരെയുള്ള സ്ലോപ്പ് കണ്ടെത്തിയാൽ മാത്രം മതി. 8 വരെയുള്ള സ്ലോപ്പ് മാത്രം നിങ്ങൾ കണ്ടെത്തിയാൽ മതി അല്ലേ. വെലോസിറ്റി ഈസ് ഈക്വൽ ടു സ്ലോപ്പ് ദാറ്റ് ഈസ് ഈക്വൽ ടു y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 ചെയ്താൽ മതി. 0, 0. ഇവിടെയാണെങ്കിലോ 8, 4 അല്ലേ. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുക നോക്കാം അല്ലേ. എങ്ങനെയാണ്? y2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 മൈനസ് y1 0 ഡിവൈഡഡ് ബൈ x2 എന്താണ്? 8 മൈനസ് 0 ദാറ്റ് ഈസ് ഈക്വൽ ടു അപ്പോൾ എത്ര കിട്ടും? 4/8 സമം നമുക്ക് കിട്ടും 1/2 എന്നല്ലേ. 1/2 മീറ്റർ/സെക്കൻഡ് ആണ് ഇതിൻ്റെ വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കിയോ, നമ്മളോട് ചോദിക്കുകയാണ് 2 സെക്കൻഡിനും 8 സെക്കൻഡിനും ഇടയിലുണ്ടായിട്ടുള്ള വെലോസിറ്റി കണ്ടുപിടിക്കുക. എന്താണ് ക്വസ്റ്റ്യൻ? 2 സെക്കൻഡിനും 8 സെക്കൻഡിനും ഇടയിലുള്ള വെലോസിറ്റി കണ്ടുപിടിക്കുക. കൺഫ്യൂഷൻ അടിക്കണോ? വേണ്ട. സ്ലോപ്പ് കണ്ടെത്തിയാൽ മതി. വെലോസിറ്റി എന്നുള്ള വാക്ക് കണ്ടാൽ വേഗം ആരൊക്കെയാണ് തന്നിട്ടുള്ളത്? സ്ഥാനം സമയം എന്ന് പറഞ്ഞാൽ പൊസിഷൻ ടൈം. ഓക്കെ, അതിൻ്റെ സ്ലോപ്പ് കണ്ടെത്തിയാൽ മതി. വെലോസിറ്റി കണ്ടുപിടിക്കാൻ വെലോസിറ്റി അല്ലേ. y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 ആണ്. കോർഡിനേറ്റിനെ കണ്ടുപിടിക്കണം. ഇവിടെ എങ്ങനെ കണ്ടുപിടിക്കുക? എൻ്റെ ആൾക്കാരെങ്ങനെ കണ്ടുപിടിക്കുക? താഴേക്ക് വരക്കുക. അപ്പോൾ 2, 1. ബീൻ്റെ ആൾക്കാരെങ്ങനെ കണ്ടുപിടിക്കുക? താഴേക്ക് വരക്കുക. അപ്പോൾ 8, 4 അല്ലേ. അപ്പോൾ എങ്ങനെ ചെയ്യും നമ്മൾ? 4 മൈനസ് 1 ഡിവൈഡഡ് ബൈ 8 മൈനസ് 2 ചെയ്താൽ നമുക്ക് എത്ര കിട്ടുക? 3/6 ചെയ്താൽ നമുക്ക് കിട്ടും 1/2 മീറ്റർ/സെക്കൻഡ്. സിമ്പിളാണ് അല്ലേ. യെസ്. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. പൊസിഷൻ ടൈം ഗ്രാഫ്, സ്ഥാന സമയ ഗ്രാഫ്, അല്ലെങ്കിൽ ഇതൊക്കെ തരും ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് കേട്ടോ. അതൊക്കെയാണെങ്കിലും അതിൻ്റെ സ്ലോപ്പ് ചെരിവ് കണ്ടെത്തിയാൽ നിങ്ങൾക്ക് വെലോസിറ്റി പ്രവേഗമാണ് കിട്ടുക. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ ഇനി സിമ്പിളാണല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് അല്ലേ കുറച്ച് അല്ലേ വലിയ ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് ചെയ്ത് നോക്കണമല്ലോ. നോക്കാം അല്ലേ. എക്സാമിന് ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുക. 2 കാറുകൾ പിൻ്റെയും ക്യൂവിൻ്റെയും മോഷന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രാഫാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. 2 കാറുകളുണ്ട്, പിയും ക്യൂവും. ഓക്കെ, ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നോക്കിയോ. വിച്ച് എമംഗ്
P and Q will reach 50 meter first. ഇതിലേതാണ് P ആണോ Q ആണോ 50 മീറ്റർ ദൂരത്തിൽ ആദ്യം എത്തുക എന്നാണ് ചോദിക്കുന്നത്. ആദ്യം ആരെത്തിയെന്ന് അറിയാൻ അവരെടുത്ത സമയം അറിഞ്ഞാൽ മതി അല്ലേ. അപ്പോൾ P എടുത്ത സമയം എത്ര, Q എടുത്ത സമയം എത്ര എന്നുള്ളതാണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. ആദ്യം Pനെ എടുക്കുക അല്ലേ. അപ്പം 50 മീറ്റർ അല്ലേ, 50 മീറ്റർ എവിടെയാണ്, Q ഇവിടെയാണ് സമയം. P ആണെങ്കിൽ ഇതാണ് അല്ലേ. ഓക്കെ, താഴേക്ക് വരച്ചു കൊടുക്കാം. P ആണ് ആദ്യം നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഏകദേശം 40നും 45നും ഇടയിൽ ഏകദേശം ഒരു 43 സെക്കൻഡൊക്കെ ആയപ്പോഴാണ് നമ്മളുടെ P എന്ന കാറ് എവിടെ എത്തിയിട്ടുള്ളത്, 50 മീറ്റർ കവർ ചെയ്തിട്ടുള്ളത് അല്ലേ. ഇനി എന്ത് ചെയ്യണം, ക്യൂവിൻ്റെ സമയം കണ്ടുപിടിക്കണം. ക്യൂവിൻ്റെ സമയം നിങ്ങൾ തെറ്റിക്കും. കാരണം എന്താ, നിങ്ങൾ ശ്രദ്ധിക്കാത്തൊരു കാര്യം ഇവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, ആദ്യം നമ്മൾ അവർ മീറ്റ് ചെയ്ത പോയിന്റ് അല്ലേ, നമ്മൾ താഴേക്ക് വരച്ചു കൊടുക്കാം. താഴേക്ക് വരയ്ക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഒരു 33 സെക്കൻഡ് ആണ് അല്ലേ. നിങ്ങൾ 33 അങ്ങോട്ട് എഴുതും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട്. നമ്മളെ ക്യൂ എന്ന് പറയുന്ന കാറിൻ്റെ പ്രത്യേകത, കാർ 15 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനെടുത്തിട്ടുള്ള സമയം കാണണമെന്നുണ്ടെങ്കിൽ 33 - 15 ചെയ്യേണ്ടി വരും. ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 18 സെക്കൻഡ് എന്ന്. എത്രയാണ്, 18 സെക്കൻഡ്. എന്നാൽ Pൻ്റെ കേസിൽ നിങ്ങൾക്ക് ഒരു ഡൗട്ടും വരാൻ കാരണമില്ല. കാരണം അത് 0-ൽ നിന്നാണ് തുടങ്ങുന്നത്. 43 സെക്കൻഡ് ആയപ്പോഴാണ് 50 മീറ്റർ ആയത്. എന്നാൽ നമ്മൾ ക്യൂ എന്ന കാറ് 15 സെക്കൻഡിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ടൈം കണ്ടെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം, 1-ൽ നിന്ന് 1 മൈനസ് ചെയ്യണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അറ്റ് വാട്ട് ഡിസ്റ്റൻസ് വിൽ ദ മീറ്റ് ടുഗെദർ. അവർ മീറ്റ് ചെയ്യുന്ന ദൂരം എത്ര, അവർ മീറ്റ് ചെയ്യുന്ന അറ്റ് വാട്ട് ഡിസ്റ്റൻസ്, എപ്പോഴാണ് അവർ മീറ്റ് ചെയ്യുന്നത്, 30 മീറ്ററിലാണ് അല്ലേ. 30 മീറ്റർ. ഇതായിരിക്കും ഇതിൽ ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇത് എന്തായാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ ടൈം ടേക്കൺ ബൈ P and Q ടു റീച്ച് ദ മീറ്റിംഗ് പോയിന്റ്. ഈ 30 മീറ്ററിൽ അവർ എടുത്തിട്ടുള്ള സമയം എത്ര എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ ഇതല്ലേ. അപ്പം താഴേക്ക് വരച്ചു കൊടുക്കുക അല്ലേ. ഓക്കെ, നമ്മൾ Pൻ്റെ കേസിൽ P തുടങ്ങിയിട്ടുള്ളത് 0-ൽ നിന്നാണ് തുടങ്ങിയത് കൊണ്ട് തന്നെ 0 അല്ലെ 25 സെക്കൻഡ് ആയപ്പോഴേക്കും അയാൾ എവിടെ എത്തിയിട്ടുണ്ട്, 30 മീറ്ററിൽ എത്തിയിട്ടുണ്ട് അല്ലേ. എന്നാൽ ക്യൂവിൻ്റെ കേസിൽ 15 സെക്കൻഡിൽ നിന്നാണ് അത് തുടങ്ങുന്നത് പോലും അല്ലേ. തുടങ്ങുന്നത് പോലും 15-ൽ നിന്ന്. അപ്പോൾ 15 25 ആയപ്പോഴാണ്. സോ 25 - 15 ചെയ്താൽ വി വിൽ ഗെറ്റ് 10 സെക്കൻഡ് എന്ന്. സിമ്പിൾ അല്ലേ. സിമ്പിൾ ആണ്. ചെയ്ത് പഠിക്കുമ്പോൾ നമ്മൾ എന്താവും, പ്രോ ആയിക്കോളൂ കേട്ടോ. അറ്റ് വാട്ട് ദ സ്പീഡ് ഓഫ് P when it reaches the meeting point എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഈ സ്ഥാനത്ത് എത്തുമ്പോൾ Pൻ്റെ ചലനവേഗത അല്ലെങ്കിൽ വെലോസിറ്റിയാണ് കണ്ടുപിടിച്ചത് കേട്ടോ. അപ്പോൾ ചില കുട്ടികളൊക്കെ ആകെ ഡൗട്ട് അടിക്കുന്നുണ്ടാവും, അയ്യോ പൊസിഷൻ ടൈം ഗ്രാഫ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിന് വെലോസിറ്റി മാത്രമാണല്ലോ കണ്ടുപിടിക്കാൻ പറ്റുക, അവിടെ സ്പീഡാണല്ലോ ചോദിച്ചത്. പക്ഷേ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്, ഒരു ബോഡി അല്ലേ ഒരേ ഡയറക്ഷനിൽ സ്ട്രെയിറ്റ് ലൈനിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് അതിൻ്റെ വെലോസിറ്റിയും സ്പീഡൊക്കെ സെയിം ആയിരിക്കും. അപ്പോൾ ചില കേസിൽ സ്പീഡും വെലോസിറ്റിയൊക്കെ സെയിം ആയിരിക്കും, നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ സ്പീഡിന് വേറെ ഇക്വേഷൻ പഠിക്കൊന്നും വേണ്ട. സ്പീഡ് കണ്ടുപിടിക്കണമെങ്കിലും ഇതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ മതി അല്ലേ. അപ്പോൾ സ്പീഡ് അല്ലേ, സ്പീഡ് ഈക്വൽ ടു എന്താണെന്ന് വെച്ചാൽ മതി, സ്ലോപ്പ് അല്ലെങ്കിൽ ചെരിവ് കണ്ടുപിടിച്ചാൽ മതി അല്ലേ. y2 - y1 ഡിവൈഡഡ് ബൈ x2 - x1 ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, Pൻ്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. തുടക്കത്തിൽ 0 0 അല്ലേ, x1 y1. ഇനി ആർക്ക് കണ്ടുപിടിക്കണം, x2 y2 കണ്ടുപിടിക്കണം. അതാരൊക്കെയാണ്, 25, 30 അല്ലേ. സോ y2 - y1 ബൈ x2 - x1 എന്ന് പറയുമ്പോൾ 30 - 0 ഡിവൈഡഡ് ബൈ 25 - 0 ചെയ്യുമ്പോൾ 30/25 5 6 30 ഡിവൈഡ് ബൈ 6/5 മീറ്റർ ബൈ സെക്കൻഡ് നമുക്ക് സിമ്പിളായിട്ട് ആൻസർ കിട്ടും. ഓക്കെ, സെറ്റാണല്ലോ, റെഡി. ഇനി ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ് ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. 25th സെക്കൻഡിലെ വെലോസിറ്റി കണ്ടുപിടിക്കുക. 25 സെക്കൻഡിലെ വെലോസിറ്റി കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫാണ്, പൊസിഷൻ ടൈം ഗ്രാഫാണ് കേട്ടോ. ടൈമും നമുക്കറിയാം. 25th എന്ന് പറയുമ്പോൾ എന്ത് ചെയ്താൽ മതി, നേരെ വരക്കുമ്പോൾ കോർഡിനേറ്റ്സിനെ നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് മാർക്ക് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ ഇതിനെ വരച്ച് കൊടുത്തിട്ടുണ്ട്. എത്ര കിട്ടിയിട്ടുള്ളത്, ഇവിടെ 0 0, ഇവിടെയാണെങ്കിലോ 25,50. സോ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കണം. ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു പോർഷനാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാക്സിമം
എക്സ്പ്ലെയിൻ ചെയ്തിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ കാണുക. ഒരു തവണ കണ്ടു എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല, 2, 3 തവണ കണ്ടു നോക്കുക. എങ്കിൽ മാത്രമാണ് ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുക അല്ലെങ്കിൽ എഴുതാൻ പറ്റുക. കാരണം നമുക്കറിയാം പുതിയ ഒരു സിലബസാണ് നമ്മളെ കയ്യിലുള്ളത്. അപ്പോൾ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഒരുപാടൊന്നും വർക്കൗട്ട് ചെയ്ത് നോക്കാനില്ല. അപ്പോൾ എന്താ ചെയ്യണത്, നമ്മൾ മാക്സിമം എവിടെ നിന്നൊക്കെയോ ക്വസ്റ്റ്യൻസ് കിട്ടുന്നു, അല്ലെ പുതിയ ക്വസ്റ്റ്യൻസ് എവിടെ നിന്നൊക്കെയോ കിട്ടുന്നു, അതൊക്കെ നമ്മൾ ചെയ്ത് നോക്കി പ്രാക്ടീസ് ആവുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നിങ്ങളോട് ഞാൻ ഓൾറെഡി വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഇപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ. ഓക്കെ ബൈ. ആൻസർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നാളെ കാണാം. ബൈ.